ഇപ്പോൾ പി വി കുട്ടൻ കൂടി എന്നോടൊപ്പം നിലമ്പൂരിൽ നിന്ന് ചേരുകയാണ്. നമുക്ക് കുട്ടനിലേക്ക് കൂടി ഒന്ന് പോകാം. കുട്ടൻ, നിലമ്പൂർ തേക്കിൻകാടുകളുടെ നടുവിലാണോ നിൽക്കുന്നത്? ഒരു മഴ പെയ്തൊഴിഞ്ഞ അന്തരീക്ഷം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ മഴയ്ക്കൊന്നും തണുപ്പിക്കാൻ കഴിയാത്ത വലിയ ആവേശം നിങ്ങളുടെ ഓരോരുത്തരുടെയും വാക്കുകളിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അമർ, ഞാനിപ്പോൾ നിലമ്പൂർ തേക്കിൻകാടിൻ്റെ കനോലി പ്ലോട്ടിലാണുള്ളത്. ഇവിടെ നമ്മുടെ ഹെലിക്യാം ദൃശ്യങ്ങളൊക്കെ, കനോലി പ്ലോട്ടിൻ്റെ ഹെലിക്യാം ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ വൈകാതെ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ ഈ കനത്ത മഴ ഇടവിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണുള്ളത്. പക്ഷെ അതൊന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ഒരു ഘട്ടത്തിലും ബാധിച്ചിരുന്നില്ല, ഇപ്പോഴും അങ്ങനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ എം സ്വരാജ് മഹാകുടുംബ സംഗമത്തിൽ MA ബേബിക്കൊപ്പം പങ്കെടുത്ത് പറഞ്ഞത്. ആ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം തന്നെ പറഞ്ഞത്, ഈ മഴയൊന്നും കൂസാത്ത അല്ലെങ്കിൽ മഴയെല്ലാം അവഗണിച്ചുകൊണ്ടുള്ള ഒരു വലിയ അഗ്നി കെടാതെ നിലമ്പൂരുകാരുടെ മനസ്സിലുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി പ്രതിഫലിക്കും. LDF വലിയ മുന്നേറ്റമുണ്ടാകും എന്നാണ് എം സ്വരാജ് പറഞ്ഞത്. അതിന് തുല്യമായിട്ട്, അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ പ്രചാരണ രംഗത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. രാവിലെ സ്വരാജ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയാണ് വഴിക്കടവിൽ നിന്നും ഈ മുഴുവൻ പ്രദേശങ്ങളെയും കവർ ചെയ്തുകൊണ്ട്, അതായത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളെയും കവർ ചെയ്തുകൊണ്ട് വൈകിട്ടോടുകൂടി നിലമ്പൂർ ടൗണിലേക്ക് എത്തും, നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഭാഗത്തേക്ക് എത്തും. ഇവിടെയാണ് സ്വരാജിൻ്റെ കൊട്ടിക്കലാശം. സ്വരാജിൻ്റെ മാത്രമല്ല, ആര്യാടൻ ഷൗക്കത്ത്, UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിൻ്റെയും PV അൻവർ, അതോടൊപ്പം തന്നെ BJP സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവരൊക്കെ കൊട്ടിക്കലാശം ഇന്ന് നഗരത്തിലാണ്. നിലമ്പൂർ നഗരം നമുക്കത് ചെറിയൊരു പട്ടണം എന്ന് പോലും പറയാൻ പറ്റില്ല, ചെറിയൊരു കൊച്ചു പട്ടണം ആണ്. അപ്പോൾ ഇവിടെ ഇന്ന് സ്വാഭാവികമായും ഒരു ചെറിയ പ്രകടനം നടന്നാൽ പോലും വലിയ രീതിയിലുള്ളൊരു തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ജനങ്ങളുടെ വലിയൊരു ആവേശം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ 10-25 ദിവസങ്ങളായി നമുക്കറിയാം, വളരെ അവിചാരിതമായി പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പിലേക്ക് വരാനിടയായ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നാളുകളായി ചർച്ച ചെയ്യുന്നതാണ്. PV അൻവർ UDF-നൊപ്പം ചേർന്നുകൊണ്ട് നടത്തിയ ചില നാടകങ്ങളുടെ ഭാഗമായി ചില ഗൂഢാലോചനകൾ എന്നാണ്, ചില വഞ്ചന എന്നാണ് LDF നേതാക്കൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. അതൊക്കെ കേരളം കണ്ടതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഇത്ര പെട്ടെന്ന് ഉണ്ടാകും അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് പ്രഖ്യാപിക്കുമോ എന്നുള്ളൊരു വിഷയമുണ്ടായിരുന്നു. നേരത്തെ തെരഞ്ഞെടുപ്പ് വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ വലിയ ഒരുക്കങ്ങൾ നേരത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീളുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് 20-25 ദിവസങ്ങൾ മാത്രമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പരസ്യ പ്രചാരണത്തിൻ്റെ അവസാന ലാപ്പിലേക്ക് മുന്നണികൾ കടക്കുന്നു. അതിൻ്റെ ആവേശം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. നിരവധിയായ രാഷ്ട്രീയ വിഷയങ്ങൾ, വികസന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ വിവിധങ്ങളായ രാഷ്ട്രീയ വിഷയങ്ങളിലൂടെ ചർച്ച ചെയ്യുന്നു. UDF-ൻ്റെ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിലും നടത്തിയ എല്ലാ പ്രചരണങ്ങളും പൊളിയുന്നത് നമ്മൾ കണ്ടു. അത് വളരെ യാഥാർത്ഥ്യമാണ്. അതൊരു രാഷ്ട്രീയ പ്രേരിതമായി പറയുന്നൊരു വാചകങ്ങളല്ല. എല്ലാ ഘട്ടത്തിലും അത് പൊളിയുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ KC വേണുഗോപാൽ നടത്തിയ പെൻഷൻ പ്രസ്താവന, ഈ പെൻഷൻ വാങ്ങുന്നവരെ കൈക്കൂലിക്കാരെന്ന് അധിക്ഷേപിച്ചത് വലിയ തോതിൽ വിമർശനങ്ങൾക്കിടയാക്കി. കേരളം മുഴുവൻ അത് വലിയ ചർച്ചയായി. രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, നിലമ്പൂരിലെയും മറ്റ് പ്രദേശങ്ങളിലൊക്കെ സാധാരണ മനുഷ്യർ, ഈ പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരൊക്കെ അതിന് വലിയ വൈകാരികമായാണ് ആ വിഷയത്തെ ഏറ്റെടുത്തത്. അതിൽ വലിയ പ്രതികരണമുണ്ടായി. അതിൽ കോൺഗ്രസിൻ്റെ കൈ പൊള്ളുന്നൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷം നമുക്കറിയാം, വഴിക്കടവിലെ അനന്തു എന്ന് പറയുന്ന 15-കാരൻ പന്നിക്ക് വെച്ച കെണിയിൽപ്പെട്ട്, വൈദ്യുതി കെണിയിൽപ്പെട്ട് ഷോക്കേറ്റ് മരിച്ച സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നു. നിലമ്പൂർ നഗരത്തിൽ റോഡ് ഉപരോധിക്കുന്നു, ആശുപത്രി റോഡ് ഉപരോധിക്കുന്നു. ജ്യോതികുമാർ ചാമക്കാല തന്നെ പറഞ്ഞു സർക്കാർ സ്പോൺസർ കൊലപാതകമാണെന്ന് പറയുന്ന നിലയിലേക്ക് എത്തുന്നു. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ തിരക്കഥയും പൊളിയുകയായിരുന്നു. കാരണം കോൺഗ്രസിൻ്റെ പ്രവർത്തനമായ വിനേഷ് എന്ന ആളാണ് ഈ കെണിവെച്ചതും. അയാളെ ഈ സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതോടെ കോൺഗ്രസ് വീണ്ടും പ്രതിരോധത്തിലാകുന്നു. അതിനുശേഷം ആ തീവ്ര വർഗീയ കക്ഷിയായ മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ഇസ്ലാമിയെ കൂട്ടുകൂടാനും അവരെ UDF-ലെ അസോസിയേറ്റഡ് അംഗമാക്കാനുള്ള തീരുമാനം ആ വലിയ വിമർശനങ്ങൾക്കിടയാക്കി. അതും നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, സാമുദായിക നേതാക്കൾ പോലും അതിനെതിരെ വലിയ രീതിയിൽ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായി. ജെഫ്രി തങ്ങൾ ഉൾപ്പെടെ VD സതീശനെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം, അത് നിലമ്പൂരിൽ വലിയ ചർച്ചയാവുന്നു. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലിൻ്റെയും വാഹന പരിശോധന നാടകം നടക്കുന്നത്. ഈ പ്രദേശത്തായിരുന്നു നടന്നത്. അതും തങ്ങളുടെ വാഹനം മാത്രം പരിശോധിക്കുന്നു, UDF-ൻ്റെ വാഹനം മാത്രം പരിശോധിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ പോലീസാണ് ഇത് ചെയ്യുന്നതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അപഹാസ്യമായ വാദങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ അത് അടുത്ത സെക്കൻഡുകൾ തന്നെ പൊളിയുകയാണ്. കാരണം LDF-ൻ്റെ നേതാക്കളുടെ, മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുടെ, MPമാരുടെ, UDF-ൻ്റെ തന്നെ അബ്ദുൽ വഹാബ് ഉൾപ്പെടെയുള്ള MP, കെ രാധാകൃഷ്ണൻ, CPIM-ൻ്റെ നേതാവ് കെ രാധാകൃഷ്ണൻ, മന്ത്രി V അബ്ദുറഹ്മാൻ, ഇവരുടെയൊക്കെ വാഹനങ്ങൾ പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ ഓരോ ഘട്ടത്തിലും നടത്തിയ നീക്കങ്ങളൊക്കെ
തകരുന്നൊരു സാഹചര്യത്തിൽ UDF നിൽക്കുമ്പോൾ LDF വളരെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, വളരെ കൃത്യമായ വികസനം പറഞ്ഞുകൊണ്ട്, സ്ഥാനാർത്ഥി ഉൾപ്പെടെ വളരെ കൃത്യമായ വികസന കാഴ്ചപ്പാടുകളും ഇനിയുള്ള ഈ തുടർഭരണം മൂന്നാം പിണറായി സർക്കാർ, മൂന്നാം LDF സർക്കാർ അധികാരത്തിൽ വരേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം നടപ്പിലാക്കിയ 1800 കോടി രൂപയുടെ വികസന പദ്ധതികളെക്കുറിച്ച് പറയുന്നു. മറ്റൊരു തരത്തിലുള്ള എതിർ രാഷ്ട്രീയ ക്യാമ്പിനെ പറ്റി, UDF-നെ പറ്റി പോലും മറ്റൊരു തരത്തിലുള്ള പ്രചാരണവും നടത്താതെ വളരെ മാന്യമായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് LDF മുന്നോട്ട് പോകുന്നു. അപ്പോൾ തീർച്ചയായും അത് തന്നെയാണ് അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ നമുക്ക് സ്വരാജിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത്. ആ രീതിയിൽ സമഗ്രമായ ഒരു തെരഞ്ഞെടുപ്പ് പര്യടന ചിത്രമാണ് ഇപ്പോൾ കുട്ടൻ നമുക്ക് പങ്കുവച്ചത്. ഏതായാലും UDF ക്യാമ്പ് ഇങ്ങനെ വിവാദങ്ങളിൽ തളച്ചിടപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. മറുഭാഗത്ത് മാന്യമായ രീതിയിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളുടെ മുൻപിൽ എത്തിക്കൊണ്ട് വോട്ട് ചോദിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് കാണാൻ പറ്റിയതായിരുന്നു.